ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിംജിൻ. നമ്മൾ ഇപ്പോൾ ഉള്ളത് പാവഗഡ് ചമ്പാനീർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ്. താജ്മഹൽ പോലെയോ ചെങ്കോട്ട പോലെയോ ഒരു മോണമെന്റ് അല്ല ഇത്. ഹംപിയെയും ഖജുരാഹോയെയും പോലെ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന സ്മാരകങ്ങളുടെ ഒരു സമുച്ചയമാണ്. ഗുജറാത്തിലെ പഞ്ചമഹൽ ജില്ലയിൽ ഹലോൽ പട്ടണത്തിന് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാത് കമാൻ എന്ന് പറയുന്ന ഒരു നിർമ്മിതിയാണ്. പാവ്ഗഡ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററോളം ഉയരമുള്ള ഒരു കുന്നാണ്. ഈ കുന്നിന്റെ പല ഭാഗങ്ങളിലും ഒരു വലിയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കോട്ടയ്ക്ക് നിരവധി വലിയ പ്രവേശന കവാടങ്ങളുണ്ട്. അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവേശന കവാടത്തിന് അടുത്തായി 7 ആർച്ചുകൾ ഉള്ള ഒരു നിർമ്മിതി കാണാൻ കഴിയും. ഇതാണ് സാത് കമാൻ എന്ന് അറിയപ്പെടുന്നത്. സാത് കമാൻ എന്നാൽ 7 ആർച്ചസ്, 7 കമാനങ്ങൾ. ചമ്പാനീറിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാലാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുക. പ്രാദേശികമായി കാണപ്പെടുന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ചാവ്ഡ രാജവംശത്തിലെ വൻരാജ് ചാവ്ഡ എന്ന രാജാവാണ് 8ാം നൂറ്റാണ്ടിൽ ഈ പട്ടണം പണികഴിപ്പിച്ചത്. തന്റെ പ്രിയ സുഹൃത്തായ ജനറൽ ചമ്പാരാജിന്റെ ഓർമ്മയ്ക്ക് പട്ടണത്തിന് ചമ്പാനീർ എന്ന് പേരും നൽകി. 15ാം നൂറ്റാണ്ടിൽ ഗുജറാത്ത് സുൽത്താനായ മുഹമ്മദ് ബഗാഡ ഇവിടം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചമ്പാനീറിന്റെ പേര് മാറ്റി മുഹമ്മദാബാദ് എന്ന് ആക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ തലസ്ഥാനം അഹമ്മദാബാദിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റി. ഇന്ന് പാവ്ഗഡ് ചമ്പാനീർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കാണുന്ന എല്ലാ സ്മാരകങ്ങളും ഇതിനു ശേഷം നിർമ്മിക്കപ്പെട്ടവയാണ്. ട്രപ്പീസിയം ഷേപ്പിലുള്ള കല്ലുകൾ അടുക്കി വെക്കുന്ന രീതിയാണ് ഇവിടെ കമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നടുക്കായി വെച്ചിട്ടുള്ള ആപ്പിന്റെ രൂപത്തിലുള്ള കല്ലാണ് നിർമ്മിതിയെ ആ രൂപത്തിൽ നിലനിർത്തുന്നത്. പേര് സാത് കമാൻ എന്ന് ആണെങ്കിലും ഇപ്പോൾ 6 കമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കമാനം പൂർണ്ണമായും തന്നെ നശിച്ചുപോയി. ഇവിടെ നിന്ന് നോക്കിയാൽ ചമ്പാനീറിന്റെ മനോഹരമായ ഒരു പനോരമിക് വ്യൂ ആസ്വദിക്കാൻ കഴിയും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇവിടം സംരക്ഷിക്കുന്നത്. പ്രത്യേകമായി എൻട്രി ഫീസോ പാർക്കിംഗ് ഫീസോ ഒന്നും തന്നെയില്ല. പാവ്ഗഡ് മഹാകാളി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന ഭക്തന്മാർക്ക് ഒരു ഇടത്താവളം കൂടിയാണ് ഇവിടം. ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് കാരണം ശനി ഞായർ ദിവസങ്ങളിൽ ഇതുവഴി സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കാറില്ല. ചമ്പാനീർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഗുജറാത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സുകൾ ലഭ്യമാണ്. പാവ്ഗഡ് ചമ്പാനീർ സന്ദർശിക്കുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു നിർമ്മിതിയാണ് സാത് കമാൻ. ആർക്കിയോളജിക്കൽ പാർക്കിലെ മറ്റ് നിർമ്മിതികൾ ഇനിയുള്ള വീഡിയോകൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ.